ഒമാന്റെ ചരിത്രത്തിൽ ആദ്യമായി പോളിമർ നോട്ടുകൾ പുറത്തിറക്കുന്നു. ഗതാഗത നിയമം ലംഘിച്ചു. ദോഫാറിൽ 60 വാഹനങ്ങൾ പിടിച്ചെടുത്ത് റോയൽ ഒമാൻ പോലീസ്. സുഹാർ ഫെസ്റ്റിവലിന്റെ 4ാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാന്റെ ചരിത്രത്തിൽ ആദ്യമായി പോളിമർ നോട്ടുകൾ പുറത്തിറക്കുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ 1 റിയാലിന്റെ സ്മാരക കറൻസിയാണ് പുറത്തിറക്കുക. വരുന്ന ജനുവരി 11 മുതൽ പുതിയ കറൻസി പ്രാബല്യത്തിൽ വരും എന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. രാജ്യത്തിന്റെ കറൻസി ചരിത്രത്തിലെ സുപ്രധാന നിമിഷമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന കോട്ടൺ അടിസ്ഥാന വസ്തുവായുള്ള പേപ്പർ കറൻസിയിൽ നിന്ന് വ്യത്യസ്തമായി പോളിമർ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പുതിയ കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പഴകില്ല എന്നതും ഈടുനിൽക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. പ്ലാസ്റ്റിക് ബാങ്ക് നോട്ടുകൾ എന്നാണ് ഇത്തരം നോട്ടുകൾ അറിയപ്പെടാറുള്ളത്. കടലാസിനു പകരം പോളിമറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കറൻസികളാണ് ഇവ. ഒമാന്റെ പുതിയ 1 റിയാൽ നോട്ടിൽ മികച്ച സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയതിനൊപ്പം മോഡേൺ ലുക്കും നൽകിയിട്ടുണ്ട്. ഒമാന്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കാനും സമ്പന്നമായ സാംസ്കാരിക അടയാളങ്ങളെ ആഘോഷിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ രൂപത്തിലും ഭാവത്തിലും നോട്ട് പുറത്തിറക്കിയത്. ഗതാഗത നിയമം ലംഘിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദോഫാറിൽ 60 വാഹനങ്ങൾ പിടിച്ചെടുത്ത് റോയൽ ഒമാൻ പോലീസ്. റോഡുകളിൽ മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തുകയും മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഇടപെടൽ. റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി നടത്തുന്ന കർശന പരിശോധനാ നടപടികളുടെ ഭാഗമായാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് എന്ന് ആർഒപി വ്യക്തമാക്കി. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നടപടി ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. സുഹാർ ഫെസ്റ്റിവലിന്റെ 4ാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ജനുവരി 31 വരെ നീളുന്ന ഫെസ്റ്റിവലിൽ വിവിധ സാംസ്കാരിക വിനോദസഞ്ചാര പൈതൃക പരിപാടികൾ അരങ്ങേറും. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഒമാനിയ മ്യൂസിയം ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി മാറും. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സന്ദർശകർക്കായി ഇന്ററാക്റ്റീവ് അനുഭവം മ്യൂസിയം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫെസ്റ്റിവൽ വേദിയിൽ ഒമാനി ഗ്രാമവും ഒരുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫി മത്സരം, കൈറ്റ് ഫ്ലൈയിംഗ്, ഗോ കാർട്ടിംഗ് തുടങ്ങിയ വിവിധ പരിപാടികളും ഇതോടൊപ്പം നടക്കും. കൂടാതെ കാർണിവൽ ഷോകൾ, സംഗീത പരിപാടികൾ, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വിവിധ പരിപാടികളും സ്റ്റാളുകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാകും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്ന സമഗ്ര വിനോദ കേന്ദ്രമായി സുഹാർ ഫെസ്റ്റിവൽ മാറും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഒമാന്റെ ആരോഗ്യരംഗത്തിന്റെ ഭാവി ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കാനും സർക്കാർ സ്ഥാപനങ്ങൾ, ആരോഗ്യ സേവനദാതാക്കൾ, സ്വകാര്യ മേഖലാ പങ്കാളികൾ എന്നിവർക്കിടയിലെ സഹകരണം നിർണായകമാണെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഒമാനിലെ മുൻനിര ഫാർമസി ശൃംഖലയായ അവിസൻ ഗ്രൂപ്പിന്റെ വാർഷിക സ്റ്റാഫ് സംഗമമായ അവിസൻ കണക്റ്റിന്റെ ഭാഗമായി മസ്കത്തിലെ ഷാൻഗ്രി ല ബാർ അൽ ജിസയിൽ ഒമാൻ വിഷൻ 2040 ഡിജിറ്റൽ ഹെൽത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലാണ് അഭിപ്രായമുയർന്നത്. സുസ്ഥിരവും കാര്യക്ഷമവും ഉയർന്ന നിലവാരമുള്ളതുമായ ആരോഗ്യ സേവന ലക്ഷ്യങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാമെന്നതിനെക്കുറിച്ച് സജീവമായ ചർച്ച നടന്നു. AAPC മാനേജിംഗ് ഡയറക്ടർ ഹാമിദ് സെയ്ഫ് അൽ സബാഹി മോഡറേറ്ററായി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.